നിങ്ങൾ ഇറ്റലി ഫ്ലൂസി വിസ 2025 അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഇപ്പോഴും ഫോണ് നോക്കി റിസൾട്ട് വന്നോ എന്ന് റീഫ്രഷ് ചെയ്യുന്നതാണോ? നിങ്ങളോടൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആകുമോ അല്ല റിജക്റ്റ് ആകുമോ? ഇന്നത്തെ വീഡിയോ ഒരു സാധാരണ അപ്ഡേറ്റ് അല്ല. ഇത് നിങ്ങളെ തന്നെ മെന്റലി പ്രിപ്പയർ ചെയ്യാൻ, നിങ്ങൾക്കൊരു ഹോപ്പ് തരാൻ, കൂടാതെ റിയാലിറ്റി ക്ലിയർ ആക്കാനുള്ള ഒരു വീഡിയോ കൂടിയാണ്. കാരണം പലർക്കും ഓൾറെഡി റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. ചിലരിപ്പോഴും വെയിറ്റ് ചെയ്യുന്നു. മറ്റു ചിലർക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും അറിയില്ല. നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയാണ്? നിങ്ങളുടെ സ്റ്റാറ്റസ് കമന്റിൽ പറയൂ. ഇനി അത് പെൻഡിങ് ആണെങ്കിൽ വെയിറ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്യൂ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇറ്റലി ഫ്ലൂസി 2025 റിയൽ റിസൾട്ട് സ്റ്റാറ്റസ്. എന്തുകൊണ്ട് ഡിലേ വരുന്നു? നിങ്ങൾ ചെയ്യേണ്ടതെന്ത്? ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ചാൻസ് എത്രയാണ്? ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, കാരണം ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും നിങ്ങളുടെ ഡ്രീം ഇല്ലാതാക്കാം. സോ ക്ഷമയോടെ ഇരിക്കൂ, ഫോക്കസ് ചെയ്ത് കേൾക്കൂ, കാരണം ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണ്. ഇവിടെ ഇൻട്രോ കേട്ടതിന് ശേഷം നമുക്ക് ആദ്യം ഒരു ബേസിക് ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യാം. ഇറ്റലി ഫ്ലൂസി ഇങ്ങനെ കേൾക്കുമ്പോൾ അതെന്താണ് ശരിക്കും? പലരിലും ഇപ്പോഴും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഫ്ലൂസി ഒരു ലോട്ടറി ഒന്നും അല്ല. ഇനി ഇത് റാൻഡമായിട്ട് ആളുകളെ സെലക്ട് ചെയ്യുന്ന സിസ്റ്റമാണോ? അങ്ങനെയും അല്ല. ഇതൊരു ഒഫീഷ്യൽ ഗവൺമെന്റ് വർക്കിൻട്രി സിസ്റ്റമാണ്. നമ്മുടെ മുൻപുള്ള വീഡിയോകൾ കണ്ടവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഇപ്പോൾ വന്ന പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഈ കാര്യം ഞാൻ ഒന്നുകൂടി വിശദമാക്കാം. ഇറ്റലി ഗവൺമെന്റ് ഓരോ വർഷവും ഡിസൈഡ് ചെയ്യും എത്ര ഫോറിൻ വർക്കേഴ്സ് നമ്മുടെ കൺട്രിയിലേക്ക് വേണമെന്ന്. അതിനെയാണ് ഡെക്രത്തോൺ ഫ്ലൂസി എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഇറ്റലിയിൽ ജോലി ചെയ്യാൻ ഔട്ട്സൈഡ് കൺട്രിയിൽ നിന്ന് ആളുകളെ ലീഗലി കൊണ്ടുവരാനുള്ള സിസ്റ്റമാണിത്. ഇത് 3 മെയിൻ കാറ്റഗറികളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സീസണൽ വർക്ക്, അതിൽ വരുന്നതാണ് അഗ്രികൾച്ചർ, ടൂറിസം, ഹോട്ടൽ, റെസ്റ്റോറൻ്റ് ഒക്കെ. ഇനി വരുന്നതാണ് നോൺ സീസണൽ വർക്ക്. ഇതിൽ കൺസ്ട്രക്ഷൻ, ഫാക്ടറി, ട്രാൻസ്പോർട്ട്. ഇനിയുള്ളതാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സ്വന്തം ബിസിനസ് തുടങ്ങുന്നതിനായിട്ട്. പക്ഷേ ഇവിടെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, എംപ്ലോയർ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റലിയിലെ എംപ്ലോയർ നിങ്ങളെ ഹയർ ചെയ്യാൻ റെഡിയായാൽ അവർ ഓൺലൈൻ പോർട്ടൽ വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. അതാണ് എല്ലാവരും പറയുന്ന ക്ലിക്ക് ഡേ. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഡേറ്റ് ആൻഡ് ടൈം. ആ സമയത്ത് ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു. സെക്കൻഡുകൾ കൊണ്ട് കോട്ട ഫില്ലാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലൂസി പ്രോസസ്സ് ഈസി അല്ല. ഇതൊരു റേസാണ്, ഒരു ടൈമിംഗ് ഗെയിം, കൂടാതെ ഒരു പേഷ്യൻ്റ് ടെസ്റ്റും കൂടിയാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മാത്രം നിങ്ങൾ സെലക്റ്റായി എന്നല്ല. അതിനുശേഷം തുടങ്ങുന്നതാണ് റിയൽ പ്രോസസ്സ്: വേരിഫിക്കേഷൻ, ചെക്കിംഗ്, അപ്രൂവൽ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം, ഫ്ലൂസി എന്നത് ലക്ക് മാത്രമല്ല, അതിനു പിന്നിൽ വലിയൊരു പ്രോസസ്സ് ഉണ്ടെന്ന്. 2025 ഫ്ലൂസി റിസൾട്ട് സ്റ്റാറ്റസ് ആർക്കൊക്കെ കിട്ടി, എന്തുകൊണ്ട് ഡിലേ വരുന്നു, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കിനി നോക്കാം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്താണ്. ഇറ്റലി ഫ്ലൂസി വിസ 2025 റിസൾട്ട്. ശരിക്കും എന്താണ് നടക്കുന്നത്? പലർക്കും ഒരു ഡൗട്ടുണ്ട്. റിസൾട്ട് എല്ലാം ഓൾറെഡി വന്നോ? ഇനിയും വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇനി ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. ഫുൾ റിസൾട്ടും ഒരിക്കലും ഒരേ സമയം വരില്ല. ഇതൊരു എക്സാം റിസൾട്ട് പോലെയൊന്നും അല്ല, ഒരു ദിവസം പബ്ലിഷ് ചെയ്യുന്ന സിസ്റ്റവും അല്ല. ഇപ്പോഴും ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻസ് പ്രോസസ്സിങ്ങിൽ തന്നെയാണ്. സ്റ്റാറ്റസ് എന്തായിരിക്കും? ഇൻ ലവറോസിയോണെ, പെൻഡിങ്, അണ്ടർ വെരിഫിക്കേഷൻ. ഇത് കാണുന്നവര് ടെൻഷൻ ആവേണ്ടതില്ല. ഇനി ചിലർക്ക് ഓൾറെഡി അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞു. അവർക്ക് നുള്ളോസ്ത കിട്ടി, വിസ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു. ഇനി മറ്റു ചിലര് ഇറ്റലിയിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇനി ഇതല്ലാതെ മറ്റൊരു സൈഡ് കൂടിയുണ്ട്. ചില ആപ്ലിക്കേഷൻസ് സൈലൻ്റ്ലി റിജക്റ്റ് ആയിട്ടുണ്ട്, ചിലപ്പോൾ റീസൺ പോലും ക്ലിയർ ആവാതെ. ഇങ്ങനെ കേൾക്കുമ്പോൾ പെയിൻഫുൾ ആയിരിക്കും, പക്ഷെ ട്രൂത്ത് ഇതാണ്. ഇനി ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഏത് സ്റ്റേജിലാണ്? ഡിലേ എന്നതിനർത്ഥം റിജക്ഷൻ എന്നല്ല. ഇത് ഏറ്റവും വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ്. പലരും 2-3 മാസം കഴിഞ്ഞ് പാനിക്കാവും, എനിക്ക് റിജക്റ്റ് ആയിരിക്കുമെന്ന് കരുതും. അത് തെറ്റാണ്. ഇനി ഇങ്ങനെ ഡിലേ വരാനുള്ള കാരണങ്ങൾ അതുകൂടി നമുക്കൊന്ന് നോക്കാം. ഹ്യൂജ് ആപ്ലിക്കേഷൻസ്, ലക്ഷക്കണക്കിന് ആളുകൾ അപ്ലൈ ചെയ്യുന്നു.
പിന്നെയുള്ളത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. ഇവിടെ ഓരോ ഫയലും മാനുവലി ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളതാണ് എംപ്ലോയർ ഇഷ്യൂസ്. എംപ്ലോയർ കൺഫേം ചെയ്യേണ്ടതുണ്ട്. പിന്നെയുള്ളത് കോട്ട ലിമിറ്റ്. ഇത്രയും കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നത് നോർമൽ പ്രോസസ്സാണ്. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ ഇതേ സിറ്റുവേഷനിൽ തന്നെയാണ്. ഇനിയും ഇവിടെ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഹോണസ്റ്റ്ലി ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പ് പറയാൻ മാത്രം സാധിക്കില്ല. ഇവിടെ നിങ്ങളുടെ റിയാലിറ്റി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടെ മെൻറ്റാലിറ്റി സ്ട്രോങ് ആക്കുക. ഇനി നിങ്ങളുടെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം? എക്സാക്ട് സ്റ്റെപ്പ് എന്താണ് ഓരോ സ്റ്റാറ്റസിൻ്റെയും കൃത്യമായ മീനിങ്. അതിനോടൊപ്പം ചെറിയ മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യാനുള്ള ചെറിയ ചില ടിപ്സ് കൂടി നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ ലോഗിൻ ചെയ്യുക. നിങ്ങൾ ആദ്യം പോകേണ്ടത് പോർട്ടൽ ഇമിഗ്രേഷനെ വെബ്സൈറ്റിലാണ്. അവിടെ നിങ്ങളുടെ എംപ്ലോയർ അഥവാ ഏജൻറ്റ് നൽകിയിരിക്കുന്ന ലോഗിൻ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, അതായത് കറണ്ട് സ്റ്റാറ്റസ് നിങ്ങൾക്ക് അവിടെ കാണാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ നിങ്ങളുടെ സ്റ്റാറ്റസിൻ്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഇൻ ലവറസിയോണെ ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഫയൽ ഇപ്പോഴും പ്രോസസ്സിൽ തന്നെയാണ്, വേരിഫിക്കേഷൻ നടക്കുന്നു. ഇതൊരു ഗുഡ് സൈൻ തന്നെയാണ്, റിജക്റ്റ് ആയിട്ടില്ല എന്ന് തന്നെയാണ് ഇതിനർത്ഥം. ഇനിയുള്ളതാണ് അച്ചത്താത്ത. ഇത് മീൻ ചെയ്യുന്നത് കൺഗ്രാജുലേഷൻ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ അടുത്ത സ്റ്റെപ്പ് നുള്ളോസ്ത, അതായത് നിങ്ങളുടെ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റാറ്റസ് കാണിക്കുന്നതാണ് റിഫ്യൂത്താത്ത. ഇതിനർത്ഥം നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി എന്ന് തന്നെയാണ്. ഒന്നെങ്കിൽ കോട്ട ഫുള്ളായിരിക്കും, അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ഇഷ്യൂ, അതുമല്ലെങ്കിൽ എംപ്ലോയർ പ്രോബ്ലം. ഇനി അടുത്ത സ്റ്റാറ്റസ് കാണിക്കുന്നതാണ് സസ്പേസ, അതായത് പെൻഡിങ് എന്നാണ് ഇതിനർത്ഥം. ടെമ്പററി ഹോൾഡിംഗ് ആണ്, എക്സ്ട്രാ വെരിഫിക്കേഷൻ ആവശ്യമുണ്ട്. ഇവിടെ നിങ്ങൾ പാനിക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇവിടെയുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ഇപ്പോഴും ലോഗിൻ ആക്സസ് തന്നെ ഉണ്ടാവില്ല. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ലോഗിൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയറിനെ കോൺടാക്റ്റ് ചെയ്യുക, ഏജൻറ്റിനെ ഫോളോ അപ്പ് ചെയ്യുക, വീക്ക്ലി അപ്ഡേറ്റ് ചോദിക്കുക. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. നിങ്ങളുടെ റിയൽ സ്റ്റാറ്റസ് ദിവസവും ചെക്ക് ചെയ്യുന്നതിന് പകരം ആഴ്ചയിൽ 2 തവണ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇനിയുള്ളതാണ് ഫേക്ക് കോൾസ്. ഇത് അവോയ്ഡ് ചെയ്യുക. പ്രത്യേകിച്ച് റിസൾട്ട് സെറ്റ് ചെയ്യാമെന്ന് പറയുന്നവർ സ്കാം ആണെന്നുള്ള കാര്യം തിരിച്ചറിയുക. ഇനിയുള്ളതാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പറേഷൻ. അപ്രൂവൽ കിട്ടിയാൽ ഡിലേ ആവരുത്. ഡോക്യുമെൻറ്റ്സ് എപ്പോഴും റെഡിയാക്കി തന്നെ വയ്ക്കുക. പിന്നീടുള്ളതാണ് പേഷ്യൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് ഫാസ്റ്റ് പ്രോസസ്സ് അല്ല എന്നുള്ള കാര്യം തിരിച്ചറിയുക. നിങ്ങൾ ഇപ്പോഴും ടെൻഷനിൽ തന്നെയാണെന്നുള്ള കാര്യം എനിക്കറിയാം. ഫോണിൽ നോക്കി റിഫ്രഷ് ചെയ്യുന്നതും വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് നോക്കുന്നതും എല്ലാം നോർമലാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, റൈറ്റ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ പാനിക് കുറയും. ഇവിടെ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയാലും എല്ലാം സ്മൂത്ത് ആയിരിക്കുമെന്ന് മാത്രം കരുതരുത്. ചിലപ്പോൾ വിസ ഡിലേ ആവാം, ഡോക്യുമെൻസിൻ്റെ ഇഷ്യൂ ഉണ്ടാവാം, എംപ്ലോയറിൻ്റെ പ്രോബ്ലം ആവാം. അതിനാൽ അലേർട്ടായി തന്നെ ഇരിക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് തന്നെയാണ്. പക്ഷേ ഇത് എൻഡിങ് അല്ല. ഇവിടെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ബിഗിനിങ് ആണ്, അതായത് ഫ്യൂച്ചർ ഫ്ലൂസി ഓപ്പർച്യൂണിറ്റീസ്. ഇത് കൃത്യമായി പറഞ്ഞാൽ ഇറ്റലി ഫ്യൂച്ചറിൽ കൂടുതൽ ഫോറിൻ വർക്കേഴ്സിനെ സ്വീകരിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഫ്യൂച്ചറിൽ വീണ്ടും ഒരു അവസരം ഉണ്ടാകും. ഇനിയും ഡിമാൻഡ് കൂടുന്നു. പ്രത്യേകിച്ച് അഗ്രികൾച്ചർ, കൺസ്ട്രക്ഷൻ, കെയർ ജോബ്സ്, ഹോസ്പിറ്റാലിറ്റി. ഇറ്റലിയിലേക്ക് വർക്കേഴ്സിൻ്റെ ആവശ്യം കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സീരിയസ് ആയി തന്നെ എടുക്കുക. ഇത് നിങ്ങളുടെ ചാൻസ് കൂട്ടാൻ സാധിക്കും. റൈറ്റ് ആയിട്ടുള്ള എംപ്ലോയറിനെ തന്നെ നിങ്ങൾ കണ്ടെത്തണം. ജെനുവിൻ എംപ്ലോയർ ആണെങ്കിൽ സക്സസിൻ്റെ ചാൻസ് കൂടുതലായിരിക്കും. പിന്നെയുള്ളതാണ് ഡോക്യുമെൻറ്റ് പെർഫെക്റ്റ് ആക്കുക എന്നുള്ളത്. ചെറിയൊരു മിസ്റ്റേക്ക് പോലും നിങ്ങളെ റിജക്റ്റ് ആക്കും. നിങ്ങളുടെ നെയിം സ്പെല്ലിങ്, പാസ്പോർട്ട് ഡീറ്റെയിൽസ്, കോണ്ടാക്റ്റ്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ചെക്ക് ചെയ്യുക. പിന്നെയുള്ളതാണ് നിങ്ങളുടെ ടൈമിങ്ങും പ്രിപ്പറേഷനും. പ്രീ ഫില്ലിംഗ് ഡേറ്റും ക്ലിക്ക് ഡേയും കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. ഫാറ്റ് സബ്മിഷനും റെഡി ഡോക്യുമെൻസും ആവശ്യമാണ്. ഇനിയുള്ളതാണ് അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് എപ്പോഴും ഫോളോ ചെയ്യുക. ഇവിടുത്തെ റൂൾസ് എപ്പോൾ വേണമെങ്കിലും മാറാം. അതുപോലെ കോട്ടയിലും വ്യത്യാസം വരാം. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. നിങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്.
നിങ്ങളുടെ ഡ്രീം ചെറുതല്ല. ഇറ്റലിയിൽ പോകുന്നത് ഒരു യാത്ര മാത്രമല്ല, അത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് കൂടി തന്നെയാണ്. ഇനി റിസൾട്ട് കിട്ടിയവരോട് കൺഗ്രാറ്റ്സ്, നിങ്ങളുടെ ജേണി സ്റ്റാർട്ടായിരിക്കുകയാണ്. ഇനി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നവരോട് വീണ്ടും കാത്തിരിക്കുക, നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഇപ്പോഴും പ്രോസസ്സിങ്ങിൽ തന്നെയാണ്. ഇനി റിജക്റ്റ് ആയവരാണെങ്കിൽ അടുത്ത വർഷത്തെ ഫ്ലോസിക്ക് ഇതിനേക്കാളും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഇനിയും പ്രിപ്പയർ ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി. ഗ്രാസിയെ, അരിവതേർച്ചി.